ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ദിവസങ്ങളും അവയുടെ പ്രമേയങ്ങളും എന്ന കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഇനി വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ തുടങ്ങി ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്കും ഉപകാരപ്രദമാവുന്ന ഒരു ക്ലാസ് ആണ്. അവസാനം വരെ നമ്മുടെ ഈ ഒരു ക്ലാസ് കാണാൻ എല്ലാ കൂട്ടുകാരും ശ്രമിക്കണേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. പ്രധാനപ്പെട്ട ദിവസങ്ങളും അവയുടെ പ്രമേയങ്ങളും അഥവാ ഡേയ്സ് ആൻഡ് തീംസ് കേട്ടോ. ഫസ്റ്റ് തന്നെ നോക്കാം. ജനുവരി 12ന്റെ പ്രത്യേകത എന്താണ്? ദേശീയ യുവജന ദിനമാണ്. ജനുവരി 12ന്റെ പ്രത്യേകത എന്താണ്? ദേശീയ യുവജന ദിനമാണ്. അപ്പം ജനുവരി 12 അഥവാ ദേശീയ യുവജന ദിനത്തിന്റെ 2026 പ്രമേയം എന്താണെന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കും. എന്താണ് 2026 പ്രമേയം? സ്വയം ജ്വലിപ്പിച്ചു നിർത്തുക, ലോകത്തെ സ്വാധീനിക്കുക. സ്വയം ജ്വലിപ്പിച്ചു നിർത്തുക, ലോകത്തെ സ്വാധീനിക്കുക. അതായത് ഇഗ്നൈറ്റ് ദ സെൽഫ്, ഇമ്പാക്ട് ദ വേൾഡ് എന്നാണ് 2026 പ്രമേയം. ഒന്നുകൂടെ പറയാം. ജനുവരി 12 ദേശീയ യുവജന ദിനമാണ്. ദേശീയ യുവജന ദിനത്തിന്റെ 2026 പ്രമേയം അഥവാ തീം എന്താണ്? സ്വയം ജ്വലിപ്പിച്ചു നിർത്തുക, ലോകത്തെ സ്വാധീനിക്കുക. ഇഗ്നൈറ്റ് ദ സെൽഫ്, ഇമ്പാക്ട് ദ വേൾഡ് എന്നാണ് 2026 പ്രമേയം. അപ്പൊ പഠിച്ചു വെക്കണം. 2025 പ്രമേയോടെ ഒന്ന് അറിഞ്ഞിരിക്കണം, പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കും. അപ്പൊ 2025 ദേശീയ യുവജന ദിനത്തിന്റെ തീം അഥവാ പ്രമേയം എന്താണ്? സുസ്ഥിരമായ ഭാവിക്ക് യുവാക്കൾ കരുത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി രാഷ്ട്രത്തെ വാർത്തെടുക്കുന്നു. അപ്പൊ 2025 പ്രമേയം എന്താണ്? സുസ്ഥിരമായ ഭാവിക്ക് യുവാക്കൾ കരുത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി രാഷ്ട്രത്തെ വാർത്തെടുക്കുന്നു. യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഷേപ്പിംഗ് ദ നേഷൻ വിത്ത് റെസിലിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നാണ് 2025 പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ദിവസം നമുക്ക് നോക്കാം. അടുത്ത പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ ഇലക്ഷനൊക്കെ വരുമല്ലേ. അപ്പം ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം അഥവാ നാഷണൽ വോട്ടേഴ്സ് ഡേ. അപ്പൊ ഇലക്ഷനൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇതിന്റെ 2026 ദേശീയ സമ്മതിദായക ദിനം അഥവാ നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്കും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസണൽ ഓഫീസർ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചു നോക്കണം. 2026 ദേശീയ സമ്മതിദായക ദിനത്തിന്റെ പ്രമേയമാണ് എന്റെ ഇന്ത്യ എന്റെ വോട്ട്, മൈ ഇന്ത്യ മൈ വോട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 2026 ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം അഥവാ നാഷണൽ വോട്ടേഴ്സ് ദിനത്തിന്റെ 2026 പ്രമേയമാണ് എന്റെ ഇന്ത്യ എന്റെ വോട്ട്. 2025 പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടിങ്ങിന് തുല്യമായി മറ്റൊന്നില്ല, ഞാൻ വോട്ട് ചെയ്യും തീർച്ച. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഷുവർ എന്നാണ്. അപ്പൊ പഠിച്ചു വെക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം. ദേശീയ സമ്മതിദായക ദിനം അഥവാ നാഷണൽ വോട്ടേഴ്സ് ഡേ ജനുവരി 25 2025 പ്രമേയം വോട്ടിങ്ങിന് തുല്യമായി മറ്റൊന്നില്ല, ഞാൻ വോട്ട് ചെയ്യും. 2026 അതായത് ഈ അടുത്ത് 2026 പ്രമേയം എന്ന് പറഞ്ഞാൽ എന്റെ ഇന്ത്യ എന്റെ വോട്ട്, മൈ ഇന്ത്യ മൈ വോട്ട് കേട്ടോ. അപ്പൊ 2026 ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം അഥവാ നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം എന്താണ്? 2026 എന്റെ ഇന്ത്യ എന്റെ വോട്ട്, എന്റെ ഇന്ത്യ എന്റെ വോട്ട്, മൈ ഇന്ത്യ മൈ വോട്ട്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. അടുത്തൊരു പ്രധാനപ്പെട്ട ദിനമാണ് ടൂറിസം ദിനം കേട്ടോ. ദേശീയ ടൂറിസം ദിനം, നാഷണൽ ടൂറിസം ഡേ. ജനുവരി 25 നമ്മുടെ നാഷണൽ വോട്ടേഴ്സ് ഡേയും വരുന്നത്. അതോടൊപ്പം തന്നെ നാഷണൽ ടൂറിസം ഡേയും ജനുവരി 25 വരുന്നത്. അപ്പൊ പഠിച്ചു വെക്കണേ. ജനുവരി 25 ദേശീയ ടൂറിസം ദിനത്തിന്റെ 2026 പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനുമുള്ള ടൂറിസം. പഠിച്ചു വെക്കണേ. 2026 പ്രമേയം എന്താണ്? ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കും സുസ്ഥിരമായ വികസനത്തിനുമുള്ള ടൂറിസം എന്നാണ്. അതായത് ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. പഠിച്ചു വെക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം. ദേശീയ ടൂറിസം ദിനത്തിന്റെ 2026 പ്രമേയമാണ് ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനുമുള്ള ടൂറിസം അഥവാ ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. 2025 പ്രമേയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കായി ടൂറിസം, ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ജനുവരി 25 ദേശീയ ടൂറിസം ദിനം അഥവാ നാഷണൽ ടൂറിസം ദിനം. 2026 പ്രമേയം ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനുമുള്ള ടൂറിസം അഥവാ ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. 2025 പ്രമേയം എന്താണ്? തീം എന്താണ്? ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കായി ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ക്ലിയർ ആണേ? അടുത്ത പോയിന്റിലോട്ട് പോകും. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് കാണണേ, സപ്പോർട്ട് ചെയ്യണേ.
അടുത്ത പോയിന്റ് ആണ്, സ്ഥിരമായിട്ട് നമ്മുടെ PSC പരീക്ഷ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിനമാണ് ലോക തണ്ണീർത്തട ദിനം. അപ്പൊ എന്നാണ് ലോക തണ്ണീർത്തട ദിനം? ഫെബ്രുവരി 2 ആണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം അഥവാ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആണ്. അപ്പൊ ലോക തണ്ണീർത്തട ദിനത്തിന്റെ 2026 പ്രമേയം എന്താണ്? തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കൽ അഥവാ വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നാണ് കേട്ടോ. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ഫെബ്രുവരി 2 ആണ് ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനത്തിന്റെ 2026 പ്രമേയമാണ് തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കൽ. 2025 പ്രമേയം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. 2025 പ്രമേയം എന്താണ്? നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. 2024 പ്രീവിയക്ക് ചോദിച്ചാണ് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും കേട്ടോ. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു പോവാം. ഫെബ്രുവരി 2 ആണ് ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനത്തിന്റെ 2024 പ്രമേയമാണ് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. 2025 പ്രമേയം നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. 2026 പ്രമേയം തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കൽ എന്നാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ലോക തണ്ണീർത്തട ദിനം സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അടുത്ത പോയിന്റ്, അടുത്തത് ഫെബ്രുവരി 4 എന്താണ് പ്രത്യേകത? ലോക ക്യാൻസർ ദിനമാണ് അഥവാ വേൾഡ് ക്യാൻസർ ഡേ ആണ് കേട്ടോ. ലോക ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ഈ ലോക ക്യാൻസർ ദിനമായിട്ട് ബന്ധപ്പെട്ട് 2025 മുതൽ 2027 കാലയളവിലേക്കുള്ള പ്രമേയം എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ് പ്രമേയം വരുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാം, ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനത്തിന്റെ 2025-27 കാലയളവിലെ പ്രമേയം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താണ് പ്രമേയം? യുണൈറ്റഡ് ബൈ യുണീക്ക്. അപ്പൊ ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനത്തിന്റെ 2025-27 കാലയളവിലെ പ്രമേയം എന്താണ്? യുണൈറ്റഡ് ബൈ യുണീക്ക്. ക്ലിയർ ആണ്? അടുത്ത പ്രധാനപ്പെട്ട ദിവസത്തിലേക്ക് പോവാം. അടുത്തൊരു പ്രധാനപ്പെട്ട ദിവസമാണ് ഫെബ്രുവരി 10 ലോക പയറുവർഗ ദിനം, വേൾഡ് പൾസസ് ഡേ കേട്ടോ. ഫെബ്രുവരി 10 ലോക പയറുവർഗ ദിനത്തിന്റെ 2026 പ്രമേയം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പയറുവർഗ്ഗങ്ങൾ എളിമയിൽ നിന്ന് മികവിലേക്ക് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ, ലോകത്തിലെ പയറുവർഗ്ഗങ്ങൾ എളിമയിൽ നിന്ന് മികവിലേക്ക്, അതായത് പൾസസ് ഓഫ് ദ വേൾഡ് ഫ്രം മൊഡസ്റ്റി ടു എക്സലൻസ് എന്നാണ്. അപ്പം 2025 പ്രമേയം വരുന്നത് പൾസസ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രി ഫുഡ് സിസ്റ്റംസ് ആണ്. അപ്പൊ പഠിച്ചു വെക്കണം. ഫെബ്രുവരി 10 ആണ് ലോക പയറുവർഗ ദിനം അഥവാ വേൾഡ് പൾസസ് ഡേ ആയിട്ട് വരുന്നത്. 2026 പ്രമേയം ലോകത്തിലെ പയറുവർഗ്ഗങ്ങൾ എളിമയിൽ നിന്ന് മികവിലേക്ക്, അതായത് പൾസസ് ഓഫ് ദ വേൾഡ് ഫ്രം മൊഡസ്റ്റി ടു എക്സലൻസ് ആണ്. 2025 ലോക പയറുവർഗ ദിനത്തിന്റെ പ്രമേയമാണ് പൾസസ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രി ഫുഡ് സിസ്റ്റംസ് ആണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ദിവസമാണ് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം, നാഷണൽ സയൻസ് ഡേ ആണ്. നാഷണൽ സയൻസ് ഡേ എന്നാണ്, ഫെബ്രുവരി 28 ആണ് ദേശീയ ശാസ്ത്ര ദിനം. 2026 പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രത്തിലെ സ്ത്രീകൾ വികസിത ഭാരതത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം അഥവാ നാഷണൽ സയൻസ് ഡേയുടെ 2026 പ്രമേയം എന്താണ്? ശാസ്ത്രത്തിലെ സ്ത്രീകൾ വികസിത ഭാരതത്തെ ഉത്തേജിപ്പിക്കുന്നു, അതായത് വുമൺ ഇൻ സയൻസ് കാറ്റലൈസിംഗ് വികസിത് ഭാരത് എന്നാണ്. 2025 പ്രമേയം എന്ന് പറഞ്ഞാൽ എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നവേഷൻ ഫോർ വികസിത് ഭാരത് കേട്ടോ. അപ്പൊ 2025 പ്രമേയം എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നവേഷൻ ഫോർ വികസിത് ഭാരത്. 2026 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം ശാസ്ത്രത്തിലെ സ്ത്രീകൾ വികസിത് ഭാരതത്തെ ഉത്തേജിപ്പിക്കുന്നു, വുമൺ ഇൻ സയൻസ് കാറ്റലൈസിംഗ് വികസിത് ഭാരത് എന്നാണ് കേട്ടോ. അടുത്ത പ്രധാനപ്പെട്ട ദിവസത്തിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെലഗ്രാമിൽ. അപ്പം ഒരു റിവിഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും, അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർ കാണും, അതോടൊപ്പം തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ, സിവിൽ പോലീസ് ഓഫീസർ തുടങ്ങി നിരവധി പരീക്ഷകളാണ് ഈ ഒരു. ആ പരീക്ഷകൾക്ക് വേണ്ടിയുള്ളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ചാണ്. ടെലഗ്രാമിലാണ് ഈ ഒരു ബാച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ നീളുന്ന ഒരു 1 hour ലൈവ് സെക്ഷൻ ആണ്.
1 hour ലൈവ് സെക്ഷൻ ക്ലാസ് ആയിരിക്കും വരുന്നത്. ലൈവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ റെക്കോർഡഡ് സെക്ഷൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും. അതുപോലെ തന്നെ എടുക്കുന്ന നോട്ട്സ് എല്ലാം നമ്മൾ PDF നോട്ട്സ് ഇടുന്നതാണ്. ഈ ഒരു ക്ലാസ് നോട്ട് പോലും നമ്മൾ ആ ഗ്രൂപ്പിൽ PDF ആയിട്ട് ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ റിവിഷൻ ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. നിങ്ങളൊരു ബിരിയാണി മേടിച്ച് കളയുന്ന പൈസ മാത്രമേ വരുന്നുള്ളൂ. വെറും 200 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു 200 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്താണ് 6 മാസത്തേക്ക് കറണ്ട് അഫയേഴ്സ് ക്രാക്ക് ചെയ്യുന്നതാണ്, കറണ്ട് അഫയേഴ്സ് സെറ്റ് ആക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി വരുന്ന പരീക്ഷകൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് മുഴുവൻ മാർക്കും മേടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ ഒന്നുകൂടെ പറയാം, 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങളെ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ആയിരിക്കും വരുന്നത്. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ കറണ്ട് അഫയേഴ്സ് വെറും 200 രൂപ കൊണ്ട് സെറ്റാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുന്ന എല്ലാ കൂട്ടുകാരും മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തന്നെ അത് വളരെയധികം പ്രയോജനപ്രദമാവുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് ആയിരിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട ദിവസത്തിലേക്ക് നമുക്ക് പോവാം. അടുത്തത് മാർച്ച് 3 ആണ്. ലോക വന്യജീവി ദിനമാണ്. മാർച്ച് 3ന്റെ പ്രത്യേകത എന്താണ്? ലോക വന്യജീവി ദിനമാണ്. വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണ്. വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണ്. അപ്പൊ 2026ന്റെ പ്രമേയം എന്താണെന്ന് നോക്കാം. മെഡിസിനൽ ആൻഡ് അരോമാറ്റിക് പ്ലാന്റ്സ് കൺസേർവിംഗ് ഹെൽത്ത്, ഹെറിറ്റേജ് ആൻഡ് ലൈവ്ലിഹുഡ് കേട്ടോ. അതായത് ഔഷധ സുഗന്ധ സസ്യങ്ങൾ, ആരോഗ്യം, പൈതൃകം, ഉപജീവന മാർഗങ്ങൾ എന്നിവയുടെ സംരക്ഷണം. ഒന്നുകൂടെ പറയാം, മാർച്ച് 3 ലോക വന്യജീവി ദിനം അഥവാ വേൾഡ് വൈൽഡ് ലൈഫ് ഡേയുടെ 2026ന്റെ പ്രമേയം എന്താണ്? മെഡിസിനൽ ആൻഡ് അരോമാറ്റിക് പ്ലാന്റ്സ് കൺസേർവിംഗ് ഹെൽത്ത്, ഹെറിറ്റേജ് ആൻഡ് ലൈവ്ലിഹുഡ്. അതായത് ഔഷധ സുഗന്ധ സസ്യങ്ങൾ, ആരോഗ്യം, പൈതൃകം, ഉപജീവന മാർഗങ്ങൾ എന്നിവയുടെ സംരക്ഷണം. 2025ലെ പ്രമേയം എന്താണെന്നോട് അറിഞ്ഞിരിക്കണം. വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് കേട്ടോ. വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. അതായത് വന്യജീവി സംരക്ഷണ ധനസഹായം ആളുകളിലും ഗ്രഹത്തിലും നിക്ഷേപം കേട്ടോ. പഠിച്ചു വെക്കണേ. 2025ലെ പ്രമേയമാണ് വന്യജീവി സംരക്ഷണ ധനസഹായം ആളുകളിലും ഗ്രഹത്തിലും നിക്ഷേപം. അടുത്ത പോയിന്റ് നോക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട ദിവസമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം, ഇന്റർനാഷണൽ വുമൻസ് ഡേ. സ്ഥിരമായിട്ട് കേരള PSC പരീക്ഷ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എന്താണ്? മാർച്ച് 8 എന്ന് പറയുന്ന അന്താരാഷ്ട്ര വനിതാ ദിനം കേട്ടോ. അപ്പൊ എന്നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്നൊക്കെ സ്ഥിരമായിട്ട് PSC പരീക്ഷ ചോദിക്കുന്നതാണ്. അപ്പൊ മാർച്ച് 8 കേട്ടോ. അപ്പൊ അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് മാർച്ച് 8. അപ്പൊ മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേയുടെ 2026ലെ പ്രമേയം എന്താണ്? നേട്ടത്തിനായി നൽകുക, ഗീവ് ടു ഗെയിൻ എന്നാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക് കേട്ടോ. പഠിച്ചു വെച്ചോളൂ. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ 2026ലെ പ്രമേയമാണ് നേട്ടത്തിനായി നൽകുക അഥവാ ഗീവ് ടു ഗെയിൻ കേട്ടോ. ഗീവ് ടു ഗെയിൻ ആണ്. 2025ലെ പ്രമേയം എന്ന് പറഞ്ഞാൽ ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ്, ഇക്വാലിറ്റി, എംപവർമെന്റ്. അതായത് എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എന്നായിരുന്നു പ്രമേയം. ഞാൻ ഒന്നുകൂടെ പറയാം, അന്താരാഷ്ട്ര വനിതാ ദിനം അഥവാ ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്ന് പറയുന്നത് മാർച്ച് 8 മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ 2026ലെ പ്രമേയമാണ് നേട്ടത്തിനായി നൽകുക അഥവാ ഗീവ് ടു ഗെയിൻ എന്നാണ് പറയുന്നത്. 2025ലെ പ്രമേയമാണ് ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ്, ഇക്വാലിറ്റി, എംപവർമെന്റ്. അഥവാ എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എന്നിവയാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ദിവസമാണ് മാർച്ച് 15 എന്ന് പറഞ്ഞത് ലോക ഉപഭോക്തൃ ദിനം കേട്ടോ. മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനം അഥവാ വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ. വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ എന്നാണ് മാർച്ച് 15. 2026ലെ പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിത ഉൽപ്പന്നങ്ങൾ, ആത്മവിശ്വാസമുള്ള ഉപഭോക്താക്കൾ. അപ്പൊ 2026ലെ പ്രമേയം എന്താണ്? സുരക്ഷിത ഉൽപ്പന്നങ്ങൾ, ആത്മവിശ്വാസമുള്ള ഉപഭോക്താക്കൾ. സേഫ് പ്രൊഡക്ട്സ്, കോൺഫിഡന്റ് കസ്റ്റമേഴ്സ് എന്നാണ് 2026ലെ തീം. 2025ലെ പ്രമേയം നമ്മൾ പഠിച്ചു വെക്കണം. എന്താണ്? എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് കേട്ടോ. എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ്. അതായത് സുസ്ഥിര ജീവിത ശൈലികളിലേക്കുള്ള ഒരു പരിവർത്തനം, എന്നാണ് 2025ലെ ലോക ഉപഭോക്തൃ ദിനത്തിന്റെ പ്രമേയം. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ് മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനമാണ്. ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഡേ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. എന്താണ് മാർച്ച് 21? മാർച്ച് 21ന്റെ പ്രത്യേകത എന്താണ്? അന്താരാഷ്ട്ര വനദിനമാണ്.
അതായത് ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഡേ ആണ്. നോക്കാം 2026 പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനങ്ങളും സമ്പത്ത് വ്യവസ്ഥയും കേട്ടോ. വനങ്ങളും സമ്പത്ത് വ്യവസ്ഥയും, അതായത് ഫോറസ്റ്റ് ആൻഡ് എക്കണോമീസ് ആണ് 2026 പ്രമേയം. 2025 പ്രമേയം എന്ന് പറഞ്ഞാൽ വനങ്ങളും ഭക്ഷണവും ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. പഠിക്കാൻ എളുപ്പമാണല്ലോ. അപ്പൊ എന്താണ്? മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം. അന്താരാഷ്ട്ര വനദിനം അഥവാ ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഡേയുടെ 2026 തീമാണ് വനങ്ങളും സമ്പത്ത് വ്യവസ്ഥയും, ഫോറസ്റ്റ് ആൻഡ് എക്കണോമീസ്. 2025 പ്രമേയമാണ് വനങ്ങളും ഭക്ഷണവും, ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. ക്ലിയർ ആണ്? അടുത്തൊരു പ്രധാനപ്പെട്ട ദിനമാണ് മാർച്ച് 22 എന്ന് പറയുന്നത്. അതായത് ലോക ജലദിനമാണ്, വേൾഡ് വാട്ടർ ഡേ ആണ് കേട്ടോ. മാർച്ച് 22 ലോക ജലദിനമാണ്. 2026 തീം എന്ന് പറഞ്ഞാൽ ജലവും ലിംഗസമത്വവുമാണ്. വാട്ടർ ആൻഡ് ജെൻഡർ എന്നാണ്. പഠിച്ചു വെക്കണേ. മാർച്ച് 22 ലോക ജലദിനം. ലോക ജലദിനത്തിന്റെ 2026 പ്രമേയം ജലവും ലിംഗസമത്വവും, വാട്ടർ ആൻഡ് ജെൻഡർ. 2025 പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലേസിയർ പ്രിസർവേഷൻ ആണ്. അതായത് ഹിമാനികളുടെ സംരക്ഷണം ആണ് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഹിമാനികളുടെ സംരക്ഷണം ചോദിച്ചിട്ടുള്ളതാണ്, പരീക്ഷയ്ക്ക് പഠിച്ചു വെക്കണം. അപ്പോൾ മാർച്ച് 22 ലോക ജലദിനം അഥവാ വേൾഡ് വാട്ടർ ഡേ ആണ്. 2025 പ്രമേയം ഹിമാനികളുടെ സംരക്ഷണവും, 2026 പ്രമേയം ജലവും ലിംഗസമത്വവും. അടുത്ത ഒരു പ്രധാനപ്പെട്ട ദിവസം മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. 2026 തീം ഇന്ന് നിരീക്ഷിക്കുക, നാളെയെ സംരക്ഷിക്കുക. ലോക കാലാവസ്ഥാ ദിനത്തിന്റെ 2026 തീം എന്താണ്? ഇന്ന് നിരീക്ഷിക്കുക, നാളെയെ സംരക്ഷിക്കുക. ഒബ്സർവിംഗ് ടുഡേ, പ്രൊട്ടക്ടിങ് ടുമോറോ കേട്ടോ. 2026 തീം. 2025 തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. നേരത്തെയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് അടയ്ക്കുക എന്നാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. ലോക കാലാവസ്ഥാ ദിനത്തിന്റെ 2026 പ്രമേയമാണ് ഇന്ന് നിരീക്ഷിക്കുക, നാളെയെ സംരക്ഷിക്കുക എന്നാണ്. 2025 പ്രമേയം എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ എന്നാണ്. അടുത്ത പ്രധാനപ്പെട്ട ദിനമാണ് മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം, വേൾഡ് TB ഡേ എന്ന് പറഞ്ഞു കേട്ടോ. ട്യൂബർകുലോസിസ് ആണല്ലോ, ക്ഷയരോഗം എന്ന് പറയുന്നത് ട്യൂബർകുലോസിസ് ആണ്. അപ്പൊ പഠിച്ചു നോക്കണം. മാർച്ച് 24 എന്താണ്? ലോക ക്ഷയരോഗ ദിനം അഥവാ വേൾഡ് TB ഡേ. അതിന്റെ 2026 പ്രമേയമാണ് അതെ നമുക്ക് TB അവസാനിപ്പിക്കാൻ കഴിയും. യെസ് വി ക്യാൻ എൻഡ് TB കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഒരു മാർക്ക് പ്രതീക്ഷിക്കാൻ കേട്ടോ. പഠിച്ചു വെക്കണം. ലോക ക്ഷയരോഗ ദിനത്തിന്റെ 2026 പ്രമേയം എന്താണ്? അതെ നമുക്ക് TB അവസാനിപ്പിക്കാൻ കഴിയും. യെസ് വി ക്യാൻ എൻഡ് TB. 2025 പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാം, പ്രതിബന്ധത, നിക്ഷേപം, വിതരണം. യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്നാണ് 2025 പ്രമേയം. ഇനി അടുത്തതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം, വേൾഡ് ഹെൽത്ത് ഡേ. അപ്പൊ ലോകാരോഗ്യ ദിനത്തിന്റെ 2025 പ്രമേയം എന്താണ്? ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാജനകമായ ഭാവികൾ. ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. നമുക്കിപ്പം 2026 ഇന്ന് 3-ാം തീയതിയാണ്, 7-ാം തീയതി ആയില്ലോ. 7-ാം തീയതി ആയതിനു ശേഷമല്ലേ 2026 പ്രമേയം പ്രഖ്യാപിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 2025 കണക്ട് ചെയ്ത് കേട്ടോ. ഇപ്പൊ 2026 പ്രമേയം ആയിട്ടില്ല. അപ്പൊ പഠിച്ചു നോക്കണം. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം അഥവാ വേൾഡ് ഹെൽത്ത് ഡേ ആണ്. 2025 പ്രമേയം ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാജനകമായ ഭാവികൾ. ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. 2024 പ്രമേയമാണ് എന്റെ ആരോഗ്യം എന്റെ അവകാശം. PYQ ആണ് ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചു നോക്കണം. 2024 ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്റെ ആരോഗ്യം എന്റെ അവകാശം. 2025 പ്രമേയം ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാജനകമായ ഭാവികൾ. ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഏപ്രിൽ 22 ലോക ഭൗമദിനം, വേൾഡ് എർത്ത് ഡേ. വേൾഡ് എർത്ത് ഡേയുടെ 2025 പ്രമേയമാണ് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം, അവർ പവർ അവർ പ്ലാനറ്റ് കേട്ടോ. അപ്പൊ 2025 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്താണ്? നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം, അവർ പവർ അവർ പ്ലാനറ്റ് കേട്ടോ. 2024 പ്രമേയമാണ് പ്ലാനറ്റ് വെസസ് പ്ലാസ്റ്റിക് കേട്ടോ. പ്ലാനറ്റ് വെസസ് പ്ലാസ്റ്റിക്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഏപ്രിൽ 22 ലോക ഭൗമദിനം അഥവാ വേൾഡ് എർത്ത് ഡേ. 2025 തീമാണ് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. 2024 തീമാണ് പ്ലാനറ്റ് വെസസ് പ്ലാസ്റ്റിക്. അടുത്തൊരു പ്രധാനപ്പെട്ട ദിവസം
ഏപ്രിൽ 25 ലോക മലേറിയ ദിനം, വേൾഡ് മലേറിയ ദിനത്തിന്റെ 2025 പ്രമേയമാണ് മലേറിയ എൻഡ്സ് വിത്ത് അസ്, റീ ഇൻവെസ്റ്റ്, റീ ഇമാജിൻ, റീ ഇഗ്നൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം എന്താണ് 2025 ലോക മലേറിയ ദിനത്തിന്റെ തീം എന്താണ്? മലേറിയ എൻഡ്സ് വിത്ത് അസ്, റീ ഇൻവെസ്റ്റ്, റീ ഇമാജിൻ, റീ ഇഗ്നൈറ്റ് ആണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ദിവസമാണ് മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനം കേട്ടോ. മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനം, ഇന്റർനാഷണൽ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഡേ ആണ്. ഇന്റർനാഷണൽ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഡേ ആണ്. അപ്പൊ ലോക ജൈവ വൈവിധ്യ ദിനത്തിന്റെ 2025 പ്രമേയം എന്താണ്? പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും. പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവുമാണ് 2025 തീം. ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവുമാണ് 2025 ലോക ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം. 2024 പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദ്ധതിയുടെ ഭാഗമാവുക എന്നാണ്. പദ്ധതിയുടെ ഭാഗമാവുക അഥവാ ബി പാർട്ട് ഓഫ് ദ പ്ലാൻ കേട്ടോ. ബി പാർട്ട് ഓഫ് ദ പ്ലാൻ ആണ് 2024 പ്രമേയം. അടുത്തത് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ 2025 പ്രമേയം എന്താണ്? ആവശ്യകത വെളിപ്പെടുത്തൽ, പുകയില, നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളിലെ വ്യവസായ തന്ത്രങ്ങൾ തുറന്നുകാട്ടൽ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. 2025 പ്രമേയമാണ് ആവശ്യകത വെളിപ്പെടുത്തൽ, പുകയില, നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളിലെ വ്യവസായ തന്ത്രങ്ങൾ തുറന്നുകാട്ടുക. അതായത് ഇംഗ്ലീഷ് പറയുവാണെങ്കിൽ അൺമാസ്കിംഗ് ദ അപ്പീൽ, എക്സ്പോസിംഗ് ഇൻഡസ്ട്രി ടാക്ടിക്സ് ഓൺ ടുബാക്കോ ആൻഡ് നിക്കോട്ടിൻ പ്രൊഡക്ട്സ് എന്നാണ് 2025 തീം. 2024 തീം എന്ന് പറയുന്നത് പുകയില വ്യവസായ ഇടപെടലുകളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. അപ്പൊ 2024 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ തീമാണ് പുകയില വ്യവസായ ഇടപെടലുകളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. അടുത്ത പോയിന്റ്, ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം കേട്ടോ. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. എന്താന്ന് നോക്കാം. 2025 പ്രമേയമാണ് യോഗ ഫോർ 2025 പ്രമേയമാണ് യോഗ ഫോർ 1 എർത്ത് 1 ഹെൽത്ത്. അതായത് ഏക ഭൂമിക്ക് ഏക ആരോഗ്യത്തിന് യോഗ എന്നാണ്. അപ്പൊ പഠിച്ചു നോക്കണം. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ 2025 പ്രമേയമാണ് യോഗ ഫോർ 1 എർത്ത് 1 ഹെൽത്ത് അഥവാ ഏക ഭൂമിക്ക് ഏക ആരോഗ്യത്തിന് യോഗ എന്നാണ് പറയുന്നത്. 2024 തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി ആണ്. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി, സ്വയത്തിനും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ എന്നാണ് 2024 പ്രമേയം. അടുത്ത പോയിന്റ്, ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ 2025 തീമാണ് എല്ലാവർക്കും പ്രതിരോധം, ചികിത്സ, വീണ്ടെടുക്കൽ, ലഹരിയുടെ ചങ്ങലകൾ തകർക്കാം. ഇപ്പൊ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ടുള്ള ജൂൺ 26 2025 പ്രമേയമാണ് എല്ലാവർക്കും പ്രതിരോധം, ചികിത്സ, വീണ്ടെടുക്കൽ, ലഹരിയുടെ ചങ്ങലകൾ തകർക്കാം. ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ബ്രേക്കിംഗ് ദ ചെയിൻസ്, പ്രിവെൻഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ എന്നാണ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ 2024 പ്രമേയമാണ് ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ കേട്ടോ. ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. തെളിവുകൾ വ്യക്തമാണ്, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ 2025 പ്രമേയമാണ് ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് കേട്ടോ. ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ 2025 പ്രമേയം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താണ്? ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് ആണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ലോക പരിസ്ഥിതി ദിനമാണ്. എന്നാണ്? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. സ്ഥിരമായിട്ട് PC പരീക്ഷ ചോദിക്കുന്നതാണ്. അപ്പൊ 2025 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അപ്പൊ നമുക്കറിയാം ഈ ഒരു ലോക പരിസ്ഥിതി ദിനം നടക്കുമ്പോൾ ആ വേദി സ്ഥിരമായിട്ട് പരീക്ഷ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദി എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു നോക്കണേ. 2025 ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്. അപ്പൊ 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദി എവിടെയാണ്? റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം തടയൽ, വരൾച്ച പ്രതിരോധം, ലാൻഡ് റീസ്റ്റോറേഷൻ, ഡീസെർട്ടിലൈസേഷൻ ആൻഡ് ഡ്രൗട്ട്
റെസിലൻസ് ആണ്. അപ്പൊ 2024 തീം വേദി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ലോക പരിസ്ഥിതി ദിനത്തിന്റെ 2025 പ്രമേയമാണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഇമ്പോർട്ടന്റ് ആണ്. ലോക പരിസ്ഥിതി ദിനത്തിന്റെ 2025 വേദിയാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയ. 2024 പ്രമേയം എന്ന് പറഞ്ഞാൽ ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം തടയൽ, വരൾച്ച പ്രതിരോധം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയാണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആണ്, ജൂൺ 14 ലോക രക്തദാന ദിനം കേട്ടോ. ജൂൺ 14 ലോക രക്തദാന ദിനം. 2025 ജൂൺ 14 ലോക രക്തദാന ദിനത്തിന്റെ പ്രത്യേകത എന്താണ്? തീം എന്താണ്? രക്തം നൽകുക, പ്രത്യാശ നൽകുക, ഒരുമിച്ച് നമ്മൾ രക്ഷിക്കുന്നു. രക്തം നൽകുക, പ്രത്യാശ നൽകുക, ഒരുമിച്ച് നമ്മൾ ജീവൻ രക്ഷിക്കുന്നു. ഗീവ് ബ്ലഡ്, ഗീവ് ഹോപ്പ്, ടുഗദർ വി സേവ് ലൈൻസ് എന്നാണ്. 2024 തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 years ഓഫ് സെലിബ്രേറ്റിംഗ് ഗീവിംഗ് താങ്ക് യു ബ്ലഡ് ഡോണേഴ്സ് എന്നാണ്. 20 years ഓഫ് സെലിബ്രേറ്റിംഗ് ഗീവിംഗ് താങ്ക് യു ബ്ലഡ് ഡോണേഴ്സ് ആണ് 2024 തീം. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനത്തിന്റെ 2025 തീമാണ് empowering young people to celebrate families they want in a fair and hopeful world കേട്ടോ. അപ്പൊ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. ലോക ജനസംഖ്യാ ദിനത്തിന്റെ 2025 തീമാണ് empowering young people to create the families they want in a fair and hopeful world എന്നാണ്. ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനം. ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ 2025 തീമാണ് കണക്ടിങ് പീപ്പിൾ ആൻഡ് പ്ലാന്റ്സ്, എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആണ് കേട്ടോ. അടുത്തിനി പ്രധാനപ്പെട്ട ദിവസമാണ് സെപ്റ്റംബർ 16 എന്ന് പറഞ്ഞത് ഓസോൺ ദിനം. സെപ്റ്റംബർ 16 പ്രത്യേകത എന്താണ്? ഓസോൺ ദിനമാണ്. 2025 ഓസോൺ ദിനത്തിന്റെ പ്രമേയമാണ് ഓസോൺ ഫോർ ലൈഫ് കേട്ടോ. ഓസോൺ ഫോർ ലൈഫ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. 2025 ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഓസോൺ ഫോർ ലൈഫ് ആണ്. 2024 പ്രമേയമാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ കേട്ടോ. മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിംഗ് ക്ലൈമറ്റ് ആക്ഷൻ കേട്ടോ. ഒന്നുകൂടെ പറയാം, സെപ്റ്റംബർ 16 ഓസോൺ ദിനം. 2025 പ്രമേയം ഓസോൺ ഫോർ ലൈഫ്. 2024 പ്രമേയം മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിംഗ് ക്ലൈമറ്റ് ആക്ഷൻ ആണ്. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ലോക ഹൃദയ ദിനത്തിന്റെ 2025 പ്രമേയമാണ് ഒരു ഹൃദയമിടിപ്പും നഷ്ടപ്പെടുത്തരുത്. ഇപ്പൊ 2025 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഒരു ഹൃദയമിടിപ്പും നഷ്ടപ്പെടുത്തരുത്. അതായത് ഡോണ്ട് മിസ് എ ബീറ്റ്. 2024 പ്രമേയമാണ് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ കേട്ടോ. യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ. അടുത്തതാണ് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനത്തിന്റെ 2025 പ്രമേയം എന്താണ്? ഹാൻഡ് ഇൻ എ ഹാൻഡ് ഫോർ ബെറ്റർ ഫുഡ്സ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ബെറ്റർ ഫുഡ്സ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ കേട്ടോ. അടുത്തത് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം കേട്ടോ. ലോക എയ്ഡ്സ് ദിനം സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. 2025 പ്രമേയം എന്താണ്? തടസ്സങ്ങളെ മറികടക്കുക, എയ്ഡ്സ് പ്രതികരണത്തെ പരിവർത്തനം ചെയ്യുക. അതായത് ഓവർകമ്മിങ് ഡിസ്റപ്ഷൻ ട്രാൻസ്ഫോമിംഗ് ദ എയ്ഡ്സ് റെസ്പോൺസ് കേട്ടോ. തടസ്സങ്ങളെ മറികടക്കുക, എയ്ഡ്സ് പ്രതികരണത്തെ പരിവർത്തനം ചെയ്യുക. 2024 പ്രമേയമാണ് ടേക്ക് ദ റൈറ്റ്സ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ് ആണ്. അടുത്തത് ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ഡിസംബർ 5 ലോക മണ്ണ് ദിനത്തിന്റെ 2025 പ്രമേയമാണ് ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ്. ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ് കേട്ടോ. ഇപ്പൊ 2025 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ്. 2024 പ്രമേയം കെയറിംഗ് ഫോർ സോയിൽസ്, മെഷർ, മോണിറ്റർ, മാനേജ്. കെയറിംഗ് ഫോർ സോയിൽസ്, മെഷർ, മോണിറ്റർ, മാനേജ് ആണ്. ഇനി അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിലെ 2025 പ്രമേയം എന്താണ്? മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യ ഘടകങ്ങൾ. പരീക്ഷയ്ക്ക് ഒരു ചോദ്യം, ഒരു മാർക്ക് പ്രതീക്ഷിക്കാവേ, പഠിച്ചു വെച്ചോണം. 2025 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ്? മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യ ഘടകങ്ങൾ. ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽ എന്നാണ്. 2024 പ്രമേയം നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ തന്നെ. അവർ റൈറ്റ്സ്
അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. ഞാൻ ഒന്നുകൂടെ പറയാം. ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിന്റെ 2025 പ്രമേയമാണ് മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യഘടകങ്ങൾ. 2024 പ്രമേയമാണ് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ തന്നെയാണ്. അവർ ഫ്യൂച്ചർ അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളും അവയുടെ 2025-ലെ 26-ലെ 24-ലെ പ്രമേയങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് 1-2 മാർക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണ് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ച് ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടല്ലോ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഈ വെറും 200 രൂപ മാത്രമേ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ വരുന്നുള്ളൂ. ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പം മാക്സിമം നമ്മുടെ ചാനലൊന്ന് മാക്സിമം ഫോളോ അപ്പ് സപ്പോർട്ടും ചെയ്ത് വെക്കുക. അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു ഓൾ.